വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് PNC MAK അസോസിയേഷനിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഓൾറെഡി തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഏതൊക്കെ കുട്ടികളാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ കുട്ടികളാണ് കോളേജസിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തത്, അത് ബേസ് ചെയ്തിട്ടുള്ള സീറ്റ് വാക്കൻസീസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ PNC MAK സൈറ്റിൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് ക്ലിക്ക് ഹിയർ ടു CBSE നഴ്സിംഗ് തേർഡ് അലോട്ട്മെന്റ് ജോയിൻഡ് ഓർ നോട്ട് ജോയിൻഡ് സ്റ്റുഡൻറ് ലിസ്റ്റ്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോളേജസിലും ഏതൊക്കെ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, അതായത് തേർഡ് അലോട്ട്മെന്റിന് ശേഷം ഏതൊക്കെ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടില്ല ഓൾറെഡി അലോട്ട്മെന്റ് കിട്ടിയിട്ടും, അങ്ങനെ എത്രത്തോളം സീറ്റുകൾ വാക്കൻസി ഉണ്ട് എന്നത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പല കുട്ടികളും കഴിഞ്ഞ ഒരു PNC MAK വീഡിയോയിൽ ഡൗട്ട് ചോദിച്ച ഒരു കാര്യമാണ് ഇനി എത്രത്തോളമാണ് ചാൻസ് എന്നുള്ളത്. പക്ഷേ ഈ വർഷത്തെ ചാൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 2024 2023 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് ഈ വർഷം അഡ്മിഷൻ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഈ വർഷം എത്രത്തോളം ലഭിക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷെ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. 2023 ും കുറച്ചുകൂടി താഴ്ന്ന മാർക്കുള്ള കുട്ടികൾക്ക് ഈ വർഷം അഡ്മിഷൻസ് ലഭിക്കുന്നുണ്ട്, അലോട്ട്മെന്റുകൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം പല കുട്ടികളും ജോയിൻ ചെയ്യാത്ത പക്ഷം ബാക്കിയുള്ള ഇൻഡെക്സ് മാർക്ക് കുറച്ചുകൂടി കുറഞ്ഞ കുട്ടികൾക്കുള്ള അവസരവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. തേർഡ് അലോട്ട്മെന്റ് വന്നതിന് ശേഷവും ഒരുപാട് സീറ്റുകൾ വാക്കൻസി ഉണ്ട്. പല കുട്ടികളും ചോദിച്ച ഒരു ഡൗട്ടാണ്, ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗ് പെരിന്തൽമണ്ണ, ഈ ഒരു കോളേജിൽ 3 സീറ്റുകളെ ഉള്ളുവോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ അലോട്ട്മെന്റ് വന്നപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു കോളേജിന് ഇത്ര സീറ്റുകൾ ഉണ്ട് എന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നപ്പോൾ അഡ്മിഷൻ എടുത്ത കുട്ടികളെ ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ക്യാൻസൽ ചെയ്തു. ഇനി ബാക്കിയുള്ള കുട്ടികൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ പ്രയോറിറ്റി വരും. അത് കഴിഞ്ഞ് അവിടെ അഡ്മിഷൻ എടുത്ത കുട്ടികളെ അവിടെ നിന്നും ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യും. അത് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെന്റിൽ വന്നപ്പോൾ ഈ ഒരു കോളേജിൽ 3 കുട്ടികൾക്ക് മാത്രമാണ് വേക്കൻസി വന്നത്. അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ 3 കുട്ടികളെയും എടുത്തു, അതിൽ 2 കുട്ടികൾ ജോയിൻ ചെയ്തു, ഒരു കുട്ടി ജോയിൻ ചെയ്തില്ല. ഇനി അടുത്ത ഫോർത്ത് അലോട്ട്മെന്റിൽ ആ ജോയിൻ ചെയ്യാത്ത ആ കുട്ടിയുടെ വേക്കൻസി ആയിരിക്കും അവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഓരോ കോളേജസിലും ഉള്ള സീറ്റുകൾ കുറഞ്ഞു വരുന്നത്. ഇങ്ങനെയുള്ള ഡൗട്ട്സ് പല കുട്ടികളും ചോദിക്കുന്നത് കൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. PNC MAK അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് വളരെ പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യത പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി പുതുതായിട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് നമുക്കിനി ഫോർത്ത് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ന്യൂ ഓപ്ഷൻസ് വെക്കണം. ഓൾറെഡി നിങ്ങൾ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്, അതെല്ലാം ക്യാൻസൽ ആയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഓപ്ഷൻസിനെ വിചാരിച്ച് മുന്നോട്ട് നിൽക്കുകയേ ചെയ്യരുത്. പുതിയ ഓപ്ഷൻസ് നിങ്ങൾ വെക്കണം. പുതിയ ഓപ്ഷൻസ് വെക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക. എല്ലാവർക്കും ലോഗിൻ ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് കോളേജ് ആഡ് ഓപ്ഷൻ വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് കോളേജ് ആഡ് ചെയ്യാം. പല കുട്ടികളും ചോദിക്കുന്നുണ്ട് എല്ലാ കോളേജസും വെക്കാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ നമുക്ക് വെക്കാൻ പറ്റില്ല. നമുക്ക് ടോട്ടൽ 10 കോളേജസ് ആണ് വെക്കാൻ പറ്റുന്നത്. ആ 10 കോളേജസ് നിങ്ങൾ ഓൾറെഡി ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടാവും. ഓപ്ഷൻസ് വെച്ച സമയത്ത് നമുക്ക് റീഅറേഞ്ച്മെന്റും റിമൂവും ചെയ്യാനേ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പുതുതായിട്ട് നിങ്ങൾ ഇതുവരെയും വെക്കാത്തൊരു കോളേജ് വെക്കണമെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് നിങ്ങൾക്ക് 10 കോളേജസ് വെക്കാം. അതിൽ കൂടുതൽ വെക്കാൻ വേണ്ടി സാധിക്കില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 10 കോളേജസ് ഇവിടെ വാക്കൻസി നോക്കിയതിന് ശേഷം നിങ്ങൾ വെക്കുക. ഓക്കെ, ഏറ്റവും കൂടുതൽ വാക്കൻസി എവിടെയാണോ ഉള്ളത് അവിടെ വെക്കുക. നിങ്ങളുടെ മാർക്ക് ഏറ്റവും കുറവാണ് എന്നുണ്ടെങ്കിൽ 420 താഴെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ 420 മാർക്കൊക്കെ കിട്ടിയ കോളേജസിൽ പല കുട്ടികളും അഡ്മിഷൻ എടുത്തിട്ടില്ല. ആ ഒരു കോളേജിനെ പ്രയോറിറ്റി ചെയ്ത് കൂടി വെക്കാൻ വേണ്ടി നോക്കുക. പ്രയോറിറ്റി ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾ അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി അഡ്മിഷൻ എടുക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ കൂടി മാത്രമേ ചെയ്യാവുകയുള്ളൂ. കാരണം ഓൾറെഡി നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാൻസൽ ആയി പോകും ആപ്ലിക്കേഷൻ. അത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഇനി പല കുട്ടികളും ചോദിക്കുന്നതാണ്, ഇപ്പോൾ തേർഡ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി, പക്ഷെ പോയി അഡ്മിഷൻ എടുത്തില്ല, ടോക്കൺ ഫീസ് അടച്ചിട്ട് അടുത്ത ഫോർത്ത് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ, ഓൾറെഡി കിട്ടിയ കോളേജസ് നഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കിപ്പോൾ ഒരു അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയ ഒരു കോളേജ് അവിടെ നിന്ന് നഷ്ടപ്പെടും. PNC MAK അസോസിയേഷനിൽ അങ്ങനെയാണ് പ്രോസസ്സിംഗ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി മാത്രം
മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം ആ കുട്ടി ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും ആ കുട്ടിയുടെ ആപ്ലിക്കേഷൻ അവിടെ ക്യാൻസൽ ആകും. ഓൾറെഡി അഡ്മിഷൻ എടുത്ത കോളേജിൽ പെർമനന്റ് ആയിട്ട് തുടരേണ്ടതുമാണ്. അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് അല്ലാത്ത കുട്ടികൾ ടോക്കൺ ഫീസ് അടച്ച് അടുത്ത അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യാം. പക്ഷേ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി കിട്ടിയതിനെ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നൊരു കാര്യം മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ പല കുട്ടികളും ചോദിച്ച ഒരു ഡൗട്ടാണ്, പല കുട്ടികൾക്കും ഡിഫറെന്റ് റാങ്ക് ആണല്ലോ, ഇൻഡെക്സ് മാർക്ക് ഇപ്പോൾ 420 ആണ് എന്നുണ്ടെങ്കിൽ പോലും റാങ്കുകൾ ഡിഫറെന്റ് ആണല്ലോ, അത് എന്തുകൊണ്ടാണ് എന്ന് പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി അതിന്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ രീതികൾക്ക് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. സെയിം ആയിട്ടുള്ള ഇൻഡെക്സ് മാർക്ക് വരുമ്പോൾ നിങ്ങളുടെ ഏജ് വരെ അവിടെ പ്രയോറിറ്റി ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനി എത്രത്തോളം ചാൻസ് ഉണ്ട് എന്ന് പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി എന്ന് പറയുന്നത് 2024ലെയും 2023ലെയും പ്രഡിക്ഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഓൾറെഡി അലോട്ട്മെന്റ് ലഭിച്ചിട്ടുമുണ്ട്. എന്നാൽ 2025ൽ അതിനേക്കാളും താഴ്ന്ന മാർക്കുള്ള കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വളരെ ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. എന്നാൽ കൂടിയും നമുക്ക് ഈ വർഷം എത്രത്തോളം കിട്ടുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. ഞാൻ പറയുന്നത് ഒരു 400ന് താഴെയുള്ള കുട്ടികളൊന്നും ഈ ഒരു അസോസിയേഷനിൽ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ മാക്സിമം വേറെ രീതിയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നോക്കുക. ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കേണ്ട കുട്ടികൾ അങ്ങനെ എടുക്കുക. പല കോളേജസിലും നിങ്ങൾ വിളിച്ചു ചോദിക്കുക, ഇങ്ങനെ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കുന്നുണ്ടോ. അങ്ങനെ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ ഡൊണേഷൻസ് വരും. ആ ഒരു ക്യാഷ് ഒക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ PNC MAKയിൽ ഇനി നിങ്ങൾ 4th അലോട്ട്മെന്റിന് പുതുതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ വാക്കൻസി നോക്കി മാത്രം രജിസ്റ്റർ ചെയ്യുക. അലോട്ട്മെന്റ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജസ് മാത്രം വെക്കുക. അതുപോലെ തന്നെ 10 ഓപ്ഷൻസ് ആണ് നമുക്ക് വെക്കാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്ക് 9 വെക്കണമെങ്കിൽ അത്രമാത്രം വെക്കാം, 8 വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. പല കുട്ടികൾ അങ്ങനെയും ഡൗട്ട് ചോദിക്കുന്നുണ്ട്, 10 ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ വെക്കണമോ എന്നുള്ളത്. അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജസ്, ഇപ്പോൾ 2 കോളേജസ് മാത്രം വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. പക്ഷെ വെക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു മാത്രം വെക്കുക. അവിടെ വാക്കൻസി ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ മാർക്ക് കൂടി നിങ്ങൾ തന്നെ അനലൈസ് ചെയ്തിട്ട് വേണം ഈ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെ ഓൾറെഡി 3rd അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ടോക്കൺ ഫീസ് അടച്ച് ജോയിൻ ചെയ്യാതെ 4th അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഒരു കാര്യം ചെയ്യുക. കാരണം മുന്നോട്ട് നിങ്ങൾ ഓരോ സീറ്റുകളും ക്യാൻസൽ ചെയ്താണ് പോകുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഹൈപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.